ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ രാവിലെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് രാവിലെ ഇവിടെ എണീക്കുമ്പോൾ തന്നെ നല്ല കിളികളുടെ ശബ്ദമായിരിക്കും കേൾക്കുക. ഇങ്ങനെ ഒരുപാട് കിളികളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് കിളികൾ ഡെയിലി ഇവിടെ വന്ന് വരുന്നുണ്ട്. നമ്മളിതൊന്നും കാണുന്നില്ല എന്നല്ല, ചിലപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് നല്ല ഭംഗിയുള്ള കിളികളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ, 2 മരം കൊത്തിയെ. ഞാൻ ഈ മരം കൊത്തിയൊക്കെ കണ്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകം, ഒരു എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ടും ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് മുളന്തത്തയാണ് കേട്ടോ. ഈ മുളന്തത്ത നമ്മൾ അങ്ങനെ ഇത് വളർത്തുന്ന തത്തയൊന്നും അല്ല. പക്ഷെ പണ്ട് ഇതിന് കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ ഒരു തത്ത ഇതുപോലെ പറന്ന് വന്ന് മുറ്റത്തിരുന്നു. ആ സമയത്ത് അതങ്ങനെ എവിടേക്കും അങ്ങനെ പോവുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ കടിച്ചാലോ എന്ന് കരുതിയിട്ട് ഒരു കൂടൊക്കെ വാങ്ങിയിട്ട് അതിൽ കൂട്ടിലാക്കി നമ്മൾ വളർത്താൻ തുടങ്ങി. അന്നത്തെ ഞങ്ങളുടെ അവിടെ പശുവിനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി പാലൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ തത്തയ്ക്ക് ഈ പാല്, അതുപോലെ തന്നെ പഴം, തക്കാളി, പച്ചമുളക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിന് കൊടുക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ നല്ലൊരു തത്തയായിരുന്നു. ഇതിന് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഈ തത്തമ്മേ പൂച്ച അങ്ങനെയൊക്കെ പറയും. അങ്ങനെ കുറേ കാലം ആ തത്ത അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ ഒരു ദിവസം ഇതിന് നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കൂട് തുറന്നിട്ടല്ലേ അതിനകത്ത് വെക്കുക. ആ സമയത്ത് അത് പാറിപ്പോയി. അതെങ്ങനെയോ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ അത് പോവുകയും ചെയ്തു. പിന്നെ ഇവിടെ ഈ ചെടിയിലൊരു വണ്ട് ഇരിക്കുന്ന കണ്ടോ. ഈ വണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ, നല്ല തിളക്കമുണ്ട് ഇതിനെ കാണാൻ. പിന്നെ ഈ കാണുന്ന കിളി ഉണ്ടല്ലോ, ഇത് എന്ത് കിളിയാണാവോ. കാണുമ്പോൾ ഇതിൻ്റെ വാല് 2 സൈഡിലും നല്ല നീണ്ടു പോയിട്ട് അതിൻ്റെ എൻഡിലായിട്ട് തൂവൽ. അങ്ങനെയാണ് ഈ കിളി. എന്താ പറയുക, ഇതിങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. അവിടെ ഇവിടേക്ക് ഇങ്ങനെ പാറി നടക്കുന്നത്. അധികം എപ്പോൾ കാണുമ്പോഴും 2 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ ഈ കാണുന്ന കിളി കുയിലാണോ? ഇത് കുയിലാണോ എന്നൊരു ഡൗട്ട് എനിക്ക്. ഞാൻ ഇവിടെ എപ്പോഴും കുയിലിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട്. എപ്പോഴും ഇങ്ങനെ കുയിലിൻ്റെ ശബ്ദം കേൾക്കുക. അതാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. ഇത് കുയിലാണോ? കണ്ടിട്ട് കുയിൽ ഇങ്ങനെ തന്നെയാണോ? ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിപ്പോൾ ഒരു കിളീനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് അതേ കിളി തന്നെ വേറെ ഉണ്ടായിരിക്കും. കുറേ കിളികളുണ്ട്. അങ്ങനെ എടുത്ത വീഡിയോസാണ് ഞാനിതൊക്കെ. ഇതൊന്നും ഒന്നല്ല, ഒരു സംഭവം കിളി ഒരേ ടൈപ്പ് കിളി തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിന്ന് എടുക്കുന്നത് പല കിളികളാണെന്നുള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കിളി ഉണ്ടല്ലോ, ഇതിൻ്റെ പേര് അടയ്ക്കാ കിളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കിളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എപ്പോൾ കാണുമ്പോഴും ഒരു കൂട്ടത്തോടെ ആയിരിക്കും ഇവർ ഉണ്ടാവുക. പിന്നെ അതിലിപ്പോൾ ഒരു കിളി എങ്ങോട്ടെങ്കിലും പാറി പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കിളികളൊക്കെ അതിൻ്റെ കൂടെ പാറിപ്പോവും. അങ്ങനെയാണ് ഈ കിളിയുടെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഇവിടെ കണ്ടോ, ഒരു കുഞ്ഞു കിളി ഈ മരത്തിൽ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കിളി വന്നിരുന്നത്. ഇതിലിപ്പോൾ ഇവിടെ ഒരു കിളി പാറി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാ കിളികളും വന്നിട്ടുണ്ട്. ഈ കാണുന്ന കിളികളുടെ പേരൊന്നും എനിക്കറിയില്ല. ഇതിവിടെ ഒരുപാട് എണ്ണം ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒരു കുഞ്ഞു കിളി അല്ലേ.
പിന്നെ ഇതാ നിങ്ങൾ ഈ കാണുന്ന പൊന്മയുണ്ടല്ലോ, ഇത് പൊന്മാനാണ്. ഈ ഒരു പൊന്മയെ ഞാൻ എൻ്റെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നറിയോ. ഇതിന് തീരെ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു നോക്കിയിട്ടും കിട്ടുന്നില്ല. ഇതിപ്പോൾ എന്തോ അറിയില്ല, ഈ കമ്പിയിലിരുന്ന് ആടുന്ന കാരണം പറന്നു പോവാൻ മറന്നു പോയതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതാ ഞാനിന്ന് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിളിയാണ് ഇട്ടത്. ഞാനിത് കുറേ നേരം നോക്കി നിന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണ് ഇതിനെ കാണാമെന്നറിയോ. ഒരു മഞ്ഞ കളറിലുള്ള ഒരു കിളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഒരു നല്ല കിളി. ഇതവിടെ വേറൊരെണ്ണം കൂടെ ഉണ്ട് ഈ മരത്തിൻ്റെ ഇടയിൽ. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഞാൻ കുറേ നേരം ഇതിനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അത് പാറി ഒരു ഓലയുടെ മേലെ കയറി ഇരുന്നിട്ടുണ്ട്. 2 എണ്ണം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അതിനൊന്നും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. മുകളിലല്ലേ, എനിക്ക് അത്രയ്ക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. അവിടെ ഇരുന്നിട്ട് അത് എന്തോ കൊത്തുകൂടാണ്, എന്തോ ചെയ്യുന്നുണ്ടല്ലോ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത് ഒരു യെല്ലോ കളർ ആണെങ്കിലും ഇതിന് ആ ഒരു കിളിയേക്കാളും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വാല് കുറച്ച് നല്ല നീളമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കിളിയും ഇതാ ഇവിടെ ഒരുപാടെണ്ണം കാണുന്നുണ്ട്. ഇതാ പല സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ചില്ലയിലും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു ബംഗാളി വന്ന് തേങ്ങ ഇടുന്നുണ്ട്. രാവിലെ നേരത്തെ വന്നിട്ടുണ്ട്. വെയിലാവുന്നതിന് മുന്നേ തേങ്ങ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും നേരത്തെ വന്നുള്ളത്. ഈ പൂമ്പാറ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, ഇവിടെ ഒരുപാട് പല നിറത്തിലുള്ള പൂമ്പാറ്റകളുണ്ട്. പക്ഷേ നമ്മളിത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് അതങ്ങ് പാറിപ്പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ നിന്നെടുത്ത വീഡിയോ ആണിത്. പിന്നെ ഇതാ ഇവിടെ ഒരു കുഞ്ഞു കിളിനെ നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഭംഗിയില്ലേ ഇതൊരു ചെറിയ കുഞ്ഞു കിളിയാണ്. ഇതിൻ്റെ കൊക്ക് ഒന്ന് ഇങ്ങനെ വലിയ ഒരു നീണ്ട് നല്ല ഷാർപ്പായ രീതിയിലുള്ള ഒരു കൊക്കാണ്. ഇതിന് ഞാൻ എപ്പോഴും കാണാറുള്ളത് ഈ ചെമ്പരത്തി ചെടിയില്ലേ, ഈ ചെമ്പരത്തി പൂവിൻ്റെ തേൻ കുടിക്കാനായിട്ട് ഇതിങ്ങനെ നിൽക്കുന്ന കാണാം. പിന്നെ ഇതാ ഞാൻ വാഴത്തോട്ടത്തേക്ക് പോയതാണ്. അവിടെ എനിക്ക് വാഴയുടെ ഇലയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഞാൻ അദ്രുവിന് രാവിലെ പഴം ചുട്ടിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വാഴയില വേണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ വാഴക്കുലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് അന്തരീക്ഷമൊക്കെ ഏകദേശം മഴക്കാറ് കൊണ്ട് മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്താൽ നമ്മുടെ എല്ലാ കിളികളും പാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ മഴയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് വെയിലറച്ച് തുടങ്ങണം. ഈ കിളികളേനൊക്കെ നമ്മൾ വീണ്ടും കാണണമെങ്കിൽ. പറഞ്ഞു തീർന്നിട്ടില്ല, അപ്പോഴേക്കും മഴ പെയ്ത് അത്യാവശ്യം വെള്ളം നിൽക്കുന്ന ഒരു മഴ തന്നെ ആയിരുന്നു. കുറച്ച് സമയം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും വെള്ളം നിന്നിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ തെങ്ങിന്മേലൊരു ഓന്തിരിക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് അത് അവിടെ തന്നെ ഇരിക്കും. മഴ തുടങ്ങിയ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഓന്ത് എത്ര നേരമായി എന്നറിയോ ആ മഴ മൊത്തത്തിൽ നിന്ന് കൊള്ളുന്നു. ഇത് അനങ്ങുന്നില്ല അവിടെ നിന്ന്. മഴ പെയ്ത് വെള്ളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കടലാസ് വഞ്ചി ഉണ്ടാക്കുന്നത് നിർബന്ധമാണല്ലോ. ഞാൻ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നും ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ കടലാസ് വഞ്ചി ഉണ്ടാക്കി അതിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിന് ആദ്യമായിട്ട് കാണുകയാണ്. അവന് ഈ കളി ആദ്യമായിട്ട് കളിക്കാൻ പോവുകയാണ്. മഴയൊക്കെ അവന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വഞ്ചി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കാണിച്ചു കൊടുക്കട്ടെ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ഞങ്ങളിങ്ങനെ കളിക്കായിരുന്നു. കുറച്ച് നേരം ഞങ്ങളവിടെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ട്. അവന് ഞാൻ വല്ലാതെ മഴ കൊള്ളിച്ചിട്ടില്ല. അവന് ജലദോഷമുള്ള കാരണം ഞാൻ വല്ലാതെ മഴയത്ത് ഇറക്കിയിട്ടില്ല. മഴയൊക്കെ പെയ്ത് തണുപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കണം. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ ഇതാ നല്ല ദോശയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുക, ചൂടോട് കൂടി കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതിനിപ്പോൾ കറിയൊന്നും വേണമെന്നൊന്നുമില്ല, ഞാനിങ്ങനെ ഇല്ലെങ്കിലും ഇതിങ്ങനെ വെറുതെ കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നല്ല തണുപ്പല്ലേ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചൂട് തീ കായും ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല ദോശ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറി എന്താ നോക്കട്ടെ. അപ്പോൾ കറി എന്താന്ന് നോക്കാം. കറി ഇതാ ഇവിടെ നോക്കട്ടെ. മത്തിക്കറിയാണിത്. നല്ല മണം തുറന്നപ്പോൾ അടിപൊളി. ഇതിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കഴിക്കാനുള്ള ടൈമൊക്കെ ആയി. ഇതാ ഇവിടെ ചമ്മന്തി കൂടെ ഉണ്ട്. അപ്പോൾ ദോശ, ചമ്മന്തി, കറി, പിന്നെ ഇവിടെ ഇതാ ഒരു ഭാഗത്ത് മീൻ വറുക്കുന്നുണ്ട്, മത്തി വറുക്കും. അപ്പോൾ എൻ്റെ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യൂ.